ഗുഡ് മോർണിംഗ്. ഭയങ്കര സന്തോഷത്തിലാണ്. എന്താണെന്നറിയോ, ഇന്ന് നമ്മുടെ മൈസൂരിലെ സെക്കൻഡ് ഡേ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ താമസിച്ച ഹോട്ടലിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. ഈ ഹോട്ടലിൻ്റെ പേര് തനിഷ്ക് റെസിഡൻസിയാണ്. നല്ല സർവീസായിരുന്നു ഇവരുടെ, നല്ല ഭക്ഷണമായിരുന്നു. ഞങ്ങളുടെ കൂടെ വന്നിട്ടുള്ള എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. എനിക്ക് തോന്നുന്നു കൂടുതൽ മലയാളികൾ വരുന്നവരൊക്കെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കൂടുതൽ താമസിക്കുന്ന ഒരു ഹോട്ടലാണ്. എല്ലാവർക്കും ഇവരുടെ ഒരു സർവീസ് ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കാം, താല്പര്യമായതുകൊണ്ടായിരിക്കാം കൂടുതൽ മലയാളികൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ എന്തായാലും മൈസൂരൊക്കെ വരുമ്പോൾ നിങ്ങൾ ഈ ഹോട്ടലും മറക്കണ്ട, തനിഷ് റെസിഡൻസി. അപ്പോൾ ഇന്ന് ഇവിടുന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എവിടേക്കാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത്? ചാമുണ്ഡി ഹിൽസിലേക്കാണ് ആദ്യം. അതിനുശേഷം നമ്മുടെ മൈസൂരിലെ സൂവിലേക്ക് പോകും. അതിനും ശേഷം കൊടുകിലേക്ക്. അപ്പോൾ ഈ ഒരു കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൂടെ തന്നെ ഉണ്ടാവുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഈ ഒരു വീഡിയോയ്ക്ക് കമൻറ്റും ചെയ്യുക. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ ആദ്യം നമ്മൾ ചാമുണ്ഡി ഹിൽസിലോട്ട്. നമ്മുടെ മൈസൂരിലെ ചാമുണ്ഡി ഹിൽസാണ്. ഇവിടുത്തെ വിഷ്വലും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാനാണ് ഈ വീഡിയോ. സോ നമുക്ക് എന്താണ് ഇവിടുത്തെ പ്രത്യേകത? ഇവിടുത്തെ സീ ലെവലിൽ നിന്ന് 3486 അടി ഹൈറ്റിലാണ് ഈ ചാമുണ്ഡി ഹിൽസ് ഉള്ളത്. ബാക്കിയൊക്കെ നമുക്ക് നേരിട്ട് കാണാം. ഓക്കെ, നമ്മൾ ഈ ചാമുണ്ഡി ഹിൽസിൽ പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പോകുന്ന വഴി നമുക്ക് കാണാനുള്ളതാണ് നന്ദി ബുൾ ടെമ്പിൾ. നമുക്കറിയാം, നന്ദി എന്ന് പറയുമ്പോൾ ശിവന്റെ വാഹനമാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ശിവന്റെ അല്ലെങ്കിൽ നന്ദി ബുള്ളിന്റെ ഒരു സ്റ്റാച്ചു ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 16 അടിയാണ് കേട്ടോ. ഒറ്റക്കല്ലിൽ തീർത്തു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സ്റ്റാച്ചുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്കിങ്ങനെ വളരെ അപൂർവമായിട്ടാണ് ഇത്തരം സ്റ്റാച്ചുകളൊക്കെ നമുക്ക് കാണാൻ ലഭിക്കാറ്, അല്ലെങ്കിൽ ഉള്ളത് തന്നെ. അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. സാധാരണ നമ്മൾ ഇങ്ങനെ നന്ദി ബുൾസിന്റെ പിക്കൊക്കെ കാണുമ്പോൾ നല്ല പെയിന്റൊക്കെ അടിച്ച് നല്ല ബ്ലാക്ക് നിറത്തിലാണ് കാണാറ്. പക്ഷെ ഇത്തവണ ആ പെയിന്റൊക്കെ പോയിട്ട് സാധാരണ കരിങ്കല്ല് ആണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ നന്ദി ബുൾ നിൽക്കുന്നത്. ഇവിടെയും ഇതുപോലെ ഈ ചാമുണ്ഡി ഹിൽസിലേക്ക് പോകുന്ന വഴി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇവിടെയും വന്ന് കാണുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇനി ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് ചാമുണ്ഡി ഹിൽസിലേക്ക്. ചാമുണ്ഡി ഹിൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നല്ല ഹൈറ്റിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള വ്യൂ നല്ല ഭംഗിയുണ്ട്, ഉയർന്ന പ്രദേശമാണ്. പിന്നെ ഈ ചാമുണ്ഡി ക്ഷേത്രത്തെ കുറിച്ച് പറയുമ്പോൾ, ചാമുണ്ഡി എന്ന് പറയുന്നത് മൈസൂരിന്റെ കുലദേവതയായിട്ടാണ് ഇവരുടെ ഒരു സങ്കല്പം. അപ്പോൾ ആ കുലദേവതയാണ് അവരെ സംരക്ഷിച്ചു വരുന്നത് എന്നാണ് ഒരു വിശ്വാസമുള്ളത്. അപ്പോൾ ഈ ദേവിയാണ് അവരെ കാക്കുന്നത് എന്നാണ് അവരുടെ ഒരു വിശ്വാസം. പിന്നെ ഈ ക്ഷേത്രത്തിന്റെ ആഘോഷങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ ആഘോഷം ദസറയാണ്. അതായത് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷമാണ്. നമ്മുടെ നവമി, അതുപോലെ തന്നെ ആയുധ പൂജ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പോലെ തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഈ ദസറയാണ്. പിന്നെ നമുക്ക് ഈ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ തന്നെ ഒരു മഹിഷാസുരന്റെ ഒരു സ്റ്റാച്ചു നമുക്ക് കാണാം. ഈ മൈസൂർ എന്ന പേര് വരാനുള്ളൊരു കാരണമുണ്ട്. അതായത് മഹിഷാസുരന്റെ ഊര് എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ലോപിച്ചാണ്, അതായത് പിന്നെ ബ്രിട്ടീഷുകാരാണ് ഇങ്ങനെ ഒരു പേരിലേക്ക്, അതായത് മൈസൂർ എന്ന പേരിലേക്ക് അത് മാറ്റിയത് എന്നാണ് ഒരു കഥ പറയുന്നത്. അപ്പം അതാണ് ചാമുണ്ഡി ഹിൽസ്. ഇനി നമ്മൾ പോകുന്നത് മൈസൂർ സൂവിലേക്കാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പോൾ മൈസൂരിൽ വരുമ്പോൾ ഈ ഒരു ചാമുണ്ഡി ഹിൽസ് എല്ലാവരും മിസ് ചെയ്യാണ്ട് തന്നെ വരിക. അപ്പോൾ ഇനി പോകുന്നത് സൂവിലേക്ക്. ചാമുണ്ഡി ഹിൽസിൽ നിന്ന് നമ്മൾ നേരെ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുരാതന മൃഗശാലകളിൽ ഒന്നായിട്ടുള്ള മൈസൂർ സൂവിലാണ്.
ഇവിടെ നമുക്കറിയാം 157 ഏക്കറിലാണ് ഈ ഒരു സൂ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അത്രയും അധികം സ്ഥലമുണ്ട്, അത്രയും അധികം കാണാനുണ്ട്. 168ഓളം ജീവജാലങ്ങളുണ്ട് ഈ ഒരു സൂവില്. ഏകദേശം ഇത് നടന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഒരു 4 മണിക്കൂറെങ്കിലും നമുക്ക് സമയമെടുക്കും. ഒരു സാധാരണ ഒരു സൂവില്, ഒരു ചെറിയ സൂവില് പോകുന്നല്ലേ. ഏറ്റവും വലിയ മൃഗശാല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം. കാരണം ഒരു ചെറിയ കൂടിലൊന്നും അല്ല മൃഗങ്ങളെ ഇട്ടിരിക്കുന്നത്. അവരുടെ വാസസ്ഥലത്ത് നമ്മൾ പോയിട്ട് കാണുന്ന ഫീലിലാണ്. അവർക്കൊരു കൂട് എന്നുള്ളൊരു ഫീല് ഒരു മൃഗങ്ങൾക്കും ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് കാണാം എത്രയോ വിശാലമായ സ്ഥലത്താണ് ഒരു സിംഹം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൃഗമൊക്കെ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ ഒരു കൂട്ടിലാണ് എന്നുള്ളൊരു ഫീൽ ഒരിക്കലും ഇല്ല. അപ്പൊ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ നമുക്കിത് 4 മണിക്കൂറൊക്കെ നടന്ന് കാണുമെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇവിടെ അധികം മരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അത്ര അങ്ങനെ നടന്നു എന്ന് തോന്നുന്നൊരു ഫീലൊന്നും ഉണ്ടാവില്ല. പിന്നെ പ്രായമായവർ അല്ലെങ്കിൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ അല്ലെങ്കിൽ മടിയുള്ളവർക്കൊക്കെയും അതിന് പറ്റുന്നൊരു സൗകര്യം ഇവിടെയുണ്ട്. ഇപ്പൊ ഇതുപോലെയുള്ള വണ്ടികൾ ഒരുപാടുണ്ട്. അപ്പോൾ ഒരു 150 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ്. അപ്പൊ ഇങ്ങനെ 3-4 പേരൊക്കെ അടങ്ങുന്ന ആളുകളെ കൊണ്ട് വണ്ടിയിൽ നമുക്ക് ഈ മൃഗങ്ങളെയൊക്കെ കാണിക്കും. നല്ല ആളുകൾ, നല്ല ക്ഷമയുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മൃഗങ്ങളുടെ അടുത്തൊക്കെ കുറെ നേരം നിർത്തിയിട്ടൊക്കെയാണ് അവരെ നമ്മളെ കൊണ്ടുപോകുക. അപ്പൊ അങ്ങനെയും ഒരു സൗകര്യമുണ്ട്. അപ്പൊ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഈ ഒരു വണ്ടി സൗകര്യമുണ്ട്. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് ഗോൾഡൻ ടെമ്പിളിലാണ്. കൂർഗിലെ ഗോൾഡൻ ടെമ്പിൾ. നമ്മൾ മൈസൂർ സൂവിൽ നിന്നും നേരെ ഇങ്ങോട്ടേക്ക് പോന്നു. ഒരു 2-2.5 മണിക്കൂർ എടുത്തു ഇങ്ങോട്ടേക്ക് വരാൻ. അപ്പോൾ ഗോൾഡൻ ടെമ്പിളാണ് ഇനി കാണാൻ പോകുന്നത്. സോ നമുക്ക് കാണാം. ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ബുദ്ധന്റെ ടെമ്പിൾ ആണ്. ഇവിടെ എത്തുമ്പോൾ ഒരു വേറൊരു ലോകത്തെത്തിയൊരു ഫീലാണ്. നമുക്ക് ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ കാണാനായിട്ട്. ചെറിയ ചെറിയ പ്രാർത്ഥന പോലെ ഉള്ള സ്ഥലങ്ങളും അതുപോലെ തന്നെ ഇവരുടെ നാമം ജപിക്കുന്ന സ്ഥലങ്ങളും ഇവരുടെ വേദം പഠിക്കുന്ന സ്ഥലങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെ ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. നമുക്ക് കാണാൻ ഭയങ്കര കളർഫുള്ളാണ്. നമ്മളൊരു ക്ഷേത്രത്തിൽ പോകുന്നത് പോലെയല്ല. ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ ഗോൾഡൻ ടെമ്പിളിലുള്ള ഗോൾഡൻ ത്രെഡ് നമുക്ക് കാണാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ അത് നമ്മുടെ മനസ്സിനും അതുപോലെ തന്നെ കണ്ണിനും ഒക്കെ നല്ല കുളിർമ നൽകുന്ന ഒരു കാഴ്ചയാണിത്. ഇവിടെ എത്തുമ്പോഴാണ് നമുക്ക് അതിന്റെ ആ ഒരു പോസിറ്റീവ് ഫീല് നമുക്ക് മനസ്സിലാവുക. അപ്പൊ തീർച്ചയായിട്ടും നല്ലൊരു ക്ഷേത്രം തന്നെയാണ് ഗോൾഡൻ ടെമ്പിൾ. നമുക്ക് ഇങ്ങനെ ബുദ്ധന്റെ ടെമ്പിളൊക്കെ വളരെ അപൂർവമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഒരു നേപ്പാളിലൊക്കെ പോയ പോലത്തെ ഒരു ഫീലാണ് ഇവിടെ വരുമ്പോൾ. ഇവിടെ ഈ വേഷത്തിലുള്ള ആളുകളെ കാണുമ്പോഴും നമുക്ക് അങ്ങനെ തന്നെയാണ്. നമുക്ക് ഓർമ്മ വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യോദ്ധ സിനിമയിലെ പൊച്ചിയും അതുപോലെ തന്നെ നമ്മുടെ അക്കൂസേട്ടനെയും ഒക്കെയാണ്. ഇവിടെ മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊന്നും ഫോട്ടോ എടുക്കാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ്. ഞാൻ ഫോട്ടോ എടുക്കാനൊക്കെ അവരുടെ അടുത്ത് ചോദിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഒരു രക്ഷയുണ്ടായില്ല. നമ്മൾ ഗോൾഡൻ ടെമ്പിളിൽ നിന്ന് ഇപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇത് ഫുഡ് കോർട്ടാണ് ഇതിൻ്റെ പേര്. ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇനി ഇതിൻ്റെ അടുത്തുള്ളത് നിസർഗധാമ, അതായത് ബാംബു ഫോറസ്റ്റാണ്. അപ്പോൾ അതാണ് ഇവിടെ കാണാനുള്ളൊരു കാഴ്ച. പക്ഷേ നമുക്ക് സമയം ഒരുപാടൊന്നും ഇവിടെ സ്പെൻഡ് ചെയ്യാനില്ലാത്തതുകൊണ്ട് നമുക്കിന്ന് രാത്രി തന്നെ തിരിച്ച് പോകേണ്ടതുള്ളത് കൊണ്ട് നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് മെയിൻ ആവശ്യം എന്ന് പറയുന്നത് ഇവിടെ ഷോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആണെങ്കിൽ വളരെ ചീപ്പ് റേറ്റിന് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ഷോപ്സ് ഉണ്ട്. അപ്പോൾ ഷോപ്പിംഗ് ഒരു ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആളുകളുടെ ആവശ്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇവരെ ഒരു 5 മണി വരെ നമ്മളങ്ങ് വിടുവാണ് ഷോപ്പിങ്ങിന്. അപ്പം അതാണല്ലോ നമ്മളൊരു ട്രിപ്പ് പോകുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഷോപ്പിംഗ് ആണല്ലോ. അപ്പോൾ ഈ ഒരു ഷോപ്പിംഗ് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ കൂർഗിൽ വരുന്നവർ പ്രത്യേകം അത് നോട്ട് ചെയ്യും.
ഒരു ടൂർ എന്ന് പറയുന്നത് നമ്മൾ മൈസൂർ കൂർഗ് നമ്മുടെ ഡോറയുടെ പ്രയാണത്തിൻ്റെ 8ാമത്തെ ഒരു യാത്രയാണ്. ഈ മൈസൂർ കൂർഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോയ്ക്ക് കമൻറ്റുകൾ അറിയിക്കാം. ഇതുപോലെ നിങ്ങൾക്ക് ടൂറുകൾ പോകാൻ അല്ലെങ്കിൽ നമ്മളുടെ ഈ ഇതുപോലെയുള്ള ഡോറയുടെ പ്രയാണത്തിൻ്റെ കൂടെ നിങ്ങൾക്കും കൂടെ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോറയുടെ പ്രയാണത്തിന് ഫേസ്ബുക്കിലൊരു പേജുണ്ട്. പോകുന്ന പുതിയ പുതിയ ട്രിപ്പുകൾ നമ്മൾ അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് മെസ്സേജ് ചെയ്യാം, അടുത്ത ട്രിപ്പിനെ കുറിച്ച് അന്വേഷിക്കാം. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ തൽക്കാലം ഇന്ന് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ.